എല്ലാവർക്കും RJ's മൈൻഡ് പവർ ട്രെയിനിങ്ങിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് നമ്മുടെ രാജ്യത്തിനായി നന്ദി പറയാം. ഇത്രയും സംസ്കാര സമ്പന്നമായ, ഇത്രയും മനോഹരമായ ഒരു രാജ്യത്ത്, ഭാരതമെന്ന ഈ രാജ്യത്ത് നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കുന്നത് തന്നെ മഹാഭാഗ്യമായി നമ്മൾ കാണണം. പല മതങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ പല സംസ്കാരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നാനാത്വത്തിൽ ഏകത്വം എന്നല്ലേ നമ്മൾ ഭാരതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ഓർക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത്. പല ഭൂപ്രകൃതികളും പല സംസ്കാരങ്ങളും പലതരത്തിലുള്ള കാലാവസ്ഥകളുമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇത്രയും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന, പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. കൂടാതെ തന്നെ ജനാധിപത്യത്തിൻ്റെ സുഖവും അനുഭവിക്കാനായി നമ്മുടെ ഈ ഭാരതമെന്ന നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് സാധിക്കുന്നുണ്ട്. ഈ മനോഹരമായ, ഇത്രയും സംസ്കാര സമ്പന്നമായ ഭാരതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സംസ്ഥാനത്ത്, കേരളത്തിൽ ജീവിക്കാൻ നമ്മൾക്ക് സാധിക്കുക എന്ന് പറയുന്നത് അതിനേക്കാളും എത്രയോ സന്തോഷം നിറഞ്ഞ, എത്രയോ സൗഭാഗ്യമാണ്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് അത് സത്യം തന്നെയാണ്. നമ്മൾ വേറെ സംസ്ഥാനത്തൊക്കെ പോയി താമസിക്കുമ്പോഴാണ് അവിടുത്തെ കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടുകൾ, അവിടെ വെള്ളമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനം ചില സംസ്ഥാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിനേക്കാളും പുവറാണ്, പാവപ്പെട്ടവരാണ്, ദാരിദ്ര്യം നിറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ കേരളത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ഡെവലപ്ഡ് കൺട്രിയുടെ സുഖം തന്നെയാണ് നമ്മൾ കേരളത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. ഇത്രയും സുഖകരമായി, നല്ല കാലാവസ്ഥ, മനോഹരമായ പ്രകൃതി, ഇതെല്ലാം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ അന്തരീക്ഷം. സമാധാനമില്ലാത്ത പല നാടുകളെക്കുറിച്ചും, ഇപ്പോൾ ഗാസയാണെങ്കിലും യുക്രൈൻ പോലുള്ള നാടുകൾ, അങ്ങനെയുള്ള നാടുകളിലൊന്നുമല്ലല്ലോ നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളം എന്ന് പറയുന്നത് വളരെ സമാധാനം നിറഞ്ഞ ഒരു നാടാണ്. നല്ല ഡെവലപ്മെൻ്റുള്ള നാടാണ്. അത്യാവശ്യം സമ്പത്തോടു കൂടി തന്നെയാണ് ഇവിടെ ഭൂരിഭാഗം പേരും ജീവിക്കുന്നത്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും, ഹോസ്പിറ്റലുകളായാലും സ്കൂളുകളാണെങ്കിലും റോഡുകളാണെങ്കിലും അതൊന്നും അത്ര മോശമെന്ന് പറയാനൊന്നും ഉള്ള ഒരു നാടല്ല. ഭക്ഷണ പദാർത്ഥങ്ങളാണെങ്കിലും ധാരാളമായി തന്നെ പലർക്കും ലഭിക്കുന്നുണ്ട്. വളരെ ചുരുക്കം പേർക്ക് മാത്രമായിരിക്കും ഭക്ഷണങ്ങളെല്ലാം കിട്ടാതിരിക്കുന്നുള്ളൂ. അത് ധാരാളമായി അനുഭവിക്കുന്നവർ വിചാരിച്ചാൽ അവരിലേക്കും എത്തിക്കാൻ സാധിക്കാവുന്നതാണ്. പിന്നെ ഇത്രയും നല്ല നാട്ടിൽ താമസിക്കുമ്പോഴും നമ്മൾ മലയാളികൾക്കൊരു പറച്ചിലുണ്ട്, വേറെ നാട്ടിൽ പോയാലോ അല്ലെങ്കിൽ ഒന്ന് കൂട്ടം കൂടിയിരിക്കുമ്പോൾ, മലയാളികളല്ലേ, അവരെ വിശ്വസിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു പറച്ചിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന വ്യക്തി ആരാണ്? ഈ പറയുന്ന വ്യക്തിയും ഒരു മലയാളി തന്നെയാണ്. അപ്പോൾ സ്വയം തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ അത്? ഇങ്ങനെ നമ്മൾ തന്നെ നമ്മളെ കുറച്ച് സംസാരിക്കാതെ, നമ്മുടെ നാടിനെ കുറിച്ച് വിമർശിച്ച് കുറവ് കണ്ട് സംസാരിക്കാതെ, അതിലെ ആ സമ്പന്നതയെ, അത്രയും തൻ്റെ സംസ്കാരത്തെ നമ്മൾ കാണുവാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾക്കൊരിക്കൽ പോലും നമ്മുടെ നാടിനെ നമ്മൾക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ നാടിന് വേണ്ടി നമ്മൾക്ക് നന്ദി പറയാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.